Hi guys, this is your cinematic Mallu. So, ബഡാ മിയാൻ ചോട്ടാ മിയാൻ അഥവാ ബഡാ ബഡാ ദുരന്തം. അതായത് ചില സിനിമകൾ ഒ ടി ടിയിൽ കണ്ടു കഴിയുമ്പോഴാണ് എത്ര വലിയ തിയേറ്റർ പീഡനത്തിൽ നിന്നാണ് നമ്മൾ എസ്കേപ്പ് ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയൊരു ബഡാ ബഡാ ദുരന്തമായി പോയത്. ഡയറക്റ്റഡ് ബൈ അലി അബ്ബാസ് സഫർ, സ്ക്രിപ്റ്റിങ്ങിൽ സൂരജ് ഗിയാനിയും ഇദ്ദേഹവും അലി അബ്ബാസ് സഫറും ഉണ്ട്. യേ ക്യാ ഹുവാ ബായ്, എന്നെ ദ്രോഹം. അതായത് 350 കോടി മുടക്കിയെടുത്ത പടമാണിത്. ആ 350 കോടിയിൽ ₹1 ക്വാളിറ്റി പോലും വി എഫ് എക്സിൽ കാണാനില്ല എന്നുള്ളതാണ്. അമ്മാതിരി കൂറാന്ന് പറഞ്ഞാൽ കൂറ വി എഫ് എക്സ്. അതായത് ഗ്രീൻ സ്ക്രീന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എഴുതി ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അങ്ങനത്തെ തല്ലിപ്പൊളി കൂറ വി എഫ് എക്സ് എല്ലായിടത്തും. തുടക്കത്തിലൊക്കെ ഒരു എന്താ പറയുക, ഫൈറ്റ് സീനിലൊക്കെ ഫയറിങ് സീനിലൊക്കെ ഒരു ഗ്രാമമൊക്കെ അത് സെറ്റ് ഇട്ടേക്കണതെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പറയുമൊന്നും വേണ്ട. അങ്ങനെ പിന്നെ ഇതിലെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയണത് പൃഥ്വിരാജ് സുകുമാരൻ, ടൈഗർ ഷോർഫ്, അക്ഷയ് കുമാർ, മാനുഷി ചില്ലാർ, അലയ എഫ് ഒക്കെയാണ് നടിമാർ. പൃഥ്വിരാജ് എന്തിനാ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പടങ്ങൾ മലയാളത്തിലുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ L2 ചെയ്യാൻ പോണു. എന്തിനാണ് പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ പോയി ഊക്കൽ വാങ്ങണേ? കേരളത്തിലുള്ള ഊക്കൽ പോരാനായിട്ടാണ്. കർണാടകയിൽ പോയി സലാറിൽ വിജയകരമായി പാൻ ഇന്ത്യ ഊക്ക് നേടി പൃഥ്വിരാജ് ഇത് അടുത്ത പാൻ ഇന്ത്യൻ ഊക്ക് വിജയകരമായി നേടിയിരിക്കുന്നു ബഡാ ബഡാ ദുരന്തത്തിലൂടെ. അയ്യോ, എന്തിനോ വേണ്ടി തിളയ്ക്കണ ഒരു സാമ്പാർ. അത് വെറുതെ ഓളിയിടുക എന്ന് പറഞ്ഞ് ഒരാവശ്യമില്ലാത്ത സീരിയസ്നെസ്, മനസ്സിലായില്ല? എന്തിനോ വേണ്ടി തിളയ്ക്കണ സാമ്പാർ. അത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നോക്കണ്ട പൃഥ്വിരാജ് ബായ്, അങ്ങ് ഓളിയിട്ടോളാൻ, ഒരാവശ്യമില്ലാണ്ട് സീരിയസ് ആയിട്ട് അങ്ങ് അഭിനയിച്ചോളാൻ. ഇയാൾ പൃഥ്വിരാജ് അത് മറ്റേ എന്താ പറയുക, സിരസ വഹിച്ചു. അയ്യോ, പിന്നെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ടൈഗർ ഷോർഫും അക്ഷയ് കുമാറും പണ്ടേ ദുരന്തം ലീഗിൽ കയറിയേക്കണതാ. രണ്ടിൻ്റെ ഇൻട്രോ, അക്ഷയ് കുമാറിൻ്റെയും ടൈഗർ ഷോർഫിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് പരസ്യം. നല്ല ഫസ്റ്റ് ക്ലാസ് ഊള പരസ്യം. അതായത് ഈ പടം മുഴുവനെ ഒരുമാതിരി നല്ല തല്ലിപ്പൊളി കോമഡി സ്കിറ്റാണ്, പ്രത്യേകിച്ച് ഇവരുടെ ഇൻട്രോ എന്ന് പറയുന്നതൊക്കെ. ഇത് ദേശസ്നേഹമാണ്. ദേശസ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ വായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കുവാണ്. പ്രേക്ഷകൻ്റെ വായിട്ട് ദേശസ്നേഹം മറ്റേ എന്താ പറയുക, ഈ ഒലക്കെടുത്ത് കുത്തി ഇറക്കുവാണ്. അങ്ങനത്തെ അതാണ് ഈ പടം എന്ന് പറയുന്നത്. ഫൈറ്റർ എന്നുള്ളൊരു സിനിമ ഹൃത്തിക് റോഷൻ്റെ, അതിൽ ഈ പറയുന്ന ദേശസ്നേഹത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. പക്ഷേ അത് 24 മണിക്കൂറും സിനിമയിൽ ഇങ്ങനെ പറയണില്ല. അതുകൊണ്ട് അതിൽ വി എഫ് എക്സ്, ഫൈറ്ററിലെ ഇതിലെയും വി എഫ് എക്സ്, ഈ 2024 തന്നെ ഇറങ്ങിയൊരു സിനിമയാണ് ഫൈറ്റർ. ഇതിലെയും വി എഫ് എക്സ് നോക്കും. ആനയാടും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് പറ്റാവുന്നതിൻ്റെ ടോപ്പ് ലെവലിലാണ് അവർ ഫൈറ്ററിൽ വി എഫ് എക്സ് ചെയ്ത് വെച്ചേക്കണേ, ഫൈറ്റർ ജെറ്റുകളുടെ ഒക്കെ. എന്നിട്ടാണ് ഇമാതിരി ദുരന്തം പിടിച്ച കച്ചറ വി എഫ് എക്സ്. അങ്ങനെ പിന്നെ നടിമാർ 2 പേര്, മാനുഷി ചില്ലാറും അയല എഫും. അയല എഫ് എന്ന് പറഞ്ഞ ആ നടി വെറുപ്പിക്കലിൻ്റെ എക്സ്ട്രീമാണ്. അതായത് വെറുപ്പിക്കലിൽ PhD എടുത്തിട്ട് വന്നിട്ടാണ് ഇതിൽ അഭിനയിച്ചേക്കണേ. 24 മണിക്കൂറും എന്താ പറയുക, ടൈഗർ ഷോർഫിൻ്റെ ക്യാരക്ടറിനെ GI ജോ എന്ന് വിളിച്ചാൽ നടക്കണേ. അതിൻ്റെയൊക്കെ അർത്ഥം കൊച്ചിനെ അറിയോ ആവോ? GI ജോ കേൾക്കണ്ട, കൊട്ടേഷൻ കൊടുക്കും. അയ്യോ, അതങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹോളിവുഡ് സിനിമകളിൽ നിന്ന് ഹോളിവുഡ് സിനിമകളിൽ നിന്ന് ചൊരണ്ട. പക്ഷെ അത് ചൊരണ്ടണയിൽ ഒരു മാന്യത വേണം, മനസ്സിലായില്ലേ? ചൊരണ്ടി വെറുപ്പിക്കരുത് പ്രേക്ഷകനെ. ഏത് ഹിന്ദി ഹോളിവുഡ് സിനിമയാണെന്നുള്ളത് ഈ ദുരന്തം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏതൊക്കെ ഹോളിവുഡ് സിനിമയാണെന്നുള്ളത്. അങ്ങനെ ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഇതാണ് ലോകോത്തരം എന്നൊക്കെ പ്രേക്ഷകർ വിചാരിച്ചോളും. അതിൻ്റെ ഒപ്പം കുറച്ച് ദേശസ്നേഹവും രാജ്യസ്നേഹവും മറ്റേ ഇന്ത്യൻ മിലിറ്ററിയോടുള്ള സ്നേഹവും ഒക്കെ കുത്തി കയറ്റി കൊടുത്താൽ അതങ്ങ് വിഴുങ്ങിക്കോളും എന്നാണ് ഇവർ വിചാരിക്കണേ. പ്രേക്ഷകർക്ക് സെൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബോധമുണ്ട് പ്രേക്ഷകർക്ക്. പഴയ പ്രേക്ഷകരല്ല ഇപ്പോഴത്തെ പ്രേക്ഷകർ. അത്രയും വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾ സിനിമയിൽ, പരീക്ഷണങ്ങൾ, നമ്മളുടെ മനസ്സിനെ ഞെട്ടിക്കണ, കിളി മാറിപ്പിക്കണ പരീക്ഷണങ്ങൾ സിനിമയിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇമാതിരി കച്ചറ സാധനം കൊണ്ട് വന്ന വഴി കാണില്ല. പിന്നെ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോവാം. അത് പോവുകയും ചെയ്തല്ലോ തിയേറ്ററിൽ നിന്ന്. അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സി യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Till then, this is your Cinematic Mallu signing off.